ഞാൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചതാ. അവിടെ നമ്മള് പിന്നെ പ്രത്യേക ഫോഴ്സിനെ ഞാനാണ് ആദിവാസി മേഖലകളിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് വാച്ചർമാരെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അവിടെ സേനയുണ്ടാക്കി, അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അവർക്ക് എല്ലാ പരിശീലനവും കൊടുത്തു. അത് മാത്രമല്ല, നിങ്ങളിപ്പം കണ്ട് ഈ ആന വേലി മുറിച്ചു പോകുന്നതും മതിൽ പൊട്ടിക്കുന്നതും ഒക്കെ നിങ്ങളിപ്പം കണ്ടതല്ലേ. ഞാൻ അന്ന് നടപ്പിലാക്കിയതാണ്. അന്ന് ഞാൻ ആനയെ പ്രൊസൈഡ് ചെയ്തതാണ്. ഇതൊന്നും ആനക്ക് പ്രശ്നമല്ല. ആന കുറെ കഴിയുമ്പോൾ അതെല്ലാം മാറ്റും. ഞാൻ നേരത്തെ സതീശനോട് നമ്മൾ അവിടെ മീറ്റിംഗ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഞങ്ങൾ അവിടെ പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടി. അപ്പൊ ആദ്യം ആന അടുത്ത് പോയി മാറിപ്പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറെ ദിവസത്തേക്ക് അവിടെ അടുത്ത് പോയില്ല. അടിക്കുമല്ലോ, ഷോക്ക് അടിക്കുമല്ലോ. പക്ഷേ ആന മാർഗം കണ്ടെത്തി. ആന പിന്നെന്താക്കി വെച്ചാൽ മരക്കൊമ്പ് മുറിച്ച് ഇത് അടിച്ച് പൊളിച്ചിട്ട് ആന കടന്നുപോയി. ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തവരാണ്. 4 സ്ഥലം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം ഞാനവിടെ മതിൽ കെട്ടിയിട്ട് ഞങ്ങള് പിന്നെ വൻ മതിൽ കെട്ടി. ആ മതിൽ കെട്ടിയപ്പോൾ ആദ്യം ആന അതിന്റെ അടുത്ത് പോയി മടങ്ങിപ്പോയി. പക്ഷെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ആന ഇതാക്കിയെന്ന് വെച്ചാൽ ആന ഈ മതിൽ പൊളിക്കാൻ തുടങ്ങി. ആന മതിൽ പൊളിച്ച് അങ്ങ് കടന്നുപോയി. അപ്പൊ ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ ട്രെഞ്ച് ഉണ്ടാക്കി. ആ ട്രെഞ്ച് ഉണ്ടാക്കി വെള്ളം നിറച്ചു. കുറെ കാലത്തേക്ക് ആന അങ്ങോട്ട് പോയില്ല. പക്ഷെ ആനക്ക് വിലക്ക് തോന്നി പോണമെന്ന് ആന ഇടിക്കാൻ തുടങ്ങി. മണ്ണിടിച്ച് ആന കിടന്നു. അത്ര ബുദ്ധിയുള്ള ഒരു മൃഗത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ മൃഗത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം. അതിനെ മറികടക്കാൻ സാധിക്കുന്ന സാമർത്ഥ്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം. അതിനുള്ള പരിഹാര നടപടിക്കും സർക്കാർ കണ്ടെത്തണം. അതിന് മറ്റാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ പോരായ്മയുണ്ട്, കഴിവുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ കാര്യക്ഷമത കുറവുണ്ട്, ജാഗ്രതയില്ലായ്മയുണ്ട്. അതാണ് ഇന്നത്തെ ഈ വളർന്നു വരുന്ന അക്രമത്തിനും വളർന്നു വരുന്ന ഈ മൃഗത്തിന്റെ അറ്റാക്കിനൊക്കെയുള്ള അടിസ്ഥാന കാരണമെന്ന്